ഡിജിറ്റൽ വാച്ച് നമ്മള് സ്റ്റെപ്പിന്റെ അടുത്ത് കാണിച്ചിട്ട് ഇറങ്ങാം മുകളിലിരിക്കുന്നു അവിടെ നിന്ന് വാങ്ങിച്ചു അത് ഓരോ കിടക്കില്ല വാറന്റി ഒരു വർഷത്തെ വാറന്റി നമ്പർ നല്ലതാണ് പഴയ സാധനം. അത് പുള്ളിക്ക് എൻ്റെ എനിക്ക് പുള്ളി എപ്പോഴും പണിക്കും മേസൻ്റെ പണിക്കും എന്തൊരു പണിക്കും കെട്ടിക്കൊണ്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ നീ വരുമ്പോൾ ഒരു വാച്ച് ഇതുവരെ വാങ്ങിച്ചുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ വിലയ്ക്കും കുഴപ്പമില്ല. ക്യാഷല്ലേ ഈ വാച്ചാണ് പഴയ രാജാവാണ്. പുള്ളി ഒരുപാട് വർഷം ഇതിനെ കെട്ടിയിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇതാണ് ഇഷ്ടം, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പഴയ രാജാവാണ്. അതെ തന്നെ അതെ തന്നെ ഒരുപാട് വർഷം കൂടെ എന്ന് പറയാൻ മനസ്സിലായില്ല. പുള്ളി കെട്ടി ലാസ്റ്റ് ഇപ്പം ആകെ ഇതായി. പിന്നെ വേറെ ഒന്നും വേണ്ട നല്ല ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഉണ്ടാവല്ലോ. ഗ്യാരണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞാൽ അത് എത്ര വർഷം കിടന്നാലും ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഇതിന്റെ ഇത് അങ്ങനെയാണ്, ഈ വാച്ച് അങ്ങനെ കിടന്നു പുള്ളി പറഞ്ഞു. അതാണ് പ്രത്യേകത. പക്ഷെ പഴയ രാജാവാണ് ഇത്. അതെ ഇതൊരു താഴെ ഒരിടത്തൊരു നാമം പറഞ്ഞ് 90 കയറാം. പിന്നെ പുള്ളി മുകളിൽ വായിച്ചപ്പോൾ 75 കയറാം. കാഷ്വലിന്റെ പഴയ മോഡലാണത്. ചെക്കതിന്റെ ഗോൾഡ് ഡയലും ബ്ലാക്ക് ചെയിനുള്ളത് നോക്കാൻ പറയും. പുള്ളി എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞേ എനിക്ക് ഗോൾഡൻ ഗീൾഡ് ഒന്നും വേണ്ട, ഈ സ്റ്റീൽ ഈ സാധനം ഉണ്ടാക്കി വാങ്ങിച്ചാൽ മതി. പുള്ളി ഗോൾഡൻ ഗീൾഡ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ ഓരോ ടൈപ്പിന് ഓരോ വായിച്ചാണ് കിട്ടിയുള്ളത്. ഇപ്പൊ എനിക്കും ഗോൾഡ് ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഇതുപോലെ ലെതറൊക്കെയാണ് ഇഷ്ടം. ഞാൻ ഒരു ടൈമില്ലേ, ഓരോ ടൈമിൽ നമ്മൾ കഴിഞ്ഞു. ലാസ്റ്റിന് വീണ്ടും നമ്മൾ കെട്ടി വരുമ്പോൾ ലാസ്റ്റിന് പഴയ മോഡൽ ഇല്ലേ? നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ വരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. നേരത്തെ ഗോൾഡ് കിട്ടുമായിരിക്കും. ഇപ്പൊ ഇതാ സ്റ്റീൽ. ഞാൻ വാച്ചേ കെട്ടില്ല, കെട്ടുമ്പോ പോകുമ്പോ ആളെ കൊടുത്തു പോരും. ഇത് റാഡ വാച്ചല്ലേ, ഇതിന്റെ കൈ ഇപ്പൊ ഞാൻ ഇത് കൈ കിടക്കുന്നത്. ഇത് റാഡ നമുക്ക് ആരും ചോദിക്കൂല, കോപ്പിയാണ്. അല്ല എന്തായാലും സ്റ്റീൽ തന്നെ ഒരു ലുക്ക്. അത് എത്ര വർഷം കിടന്നാലും അതേപോലെ കിടക്കും. വാച്ചില് സ്റ്റീൽ തന്നെ. എൻ്റെ കല്യാണ ടൈമിൽ അന്നേരം ഞാൻ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഇച്ചിരി താമസമുണ്ട്. 100 ഗ്രാംസിനെ പുറത്ത് വാങ്ങിച്ചത് ഗോൾഡിൻ്റെ അത് കെട്ടിയിട്ട് കുറച്ച് ദിവസം നടന്നിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ ഇങ്ങോട്ട് വരുന്ന ടൈമിന് അളിയനും ഞാൻ കൊടുക്കും. അളിയാൻ കിട്ടുന്നു. അളിയനും പിന്നെ അത്രയും വർഷമൊക്കെ ഇപ്പോൾ കൊണ്ടുപോയി കെട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചിതായിട്ട് വന്നിട്ട് വീണ്ടും ഒരു വാച്ച് വീണ്ടും വാങ്ങിച്ചു. അതിനെ കൊടുത്ത് വീണ്ടും വന്നപ്പോൾ ഒരു വാച്ച്. അത് ഇടയ്ക്ക് ഗോൾഡും അടുത്ത് ബ്ലാക്കും, അത് അങ്ങനെയുള്ള ചേരാണ്. രണ്ടും കൂടെ കലത്തിട്ട് അങ്ങനെ കിട്ടി. അത് പിന്നെ തിരിച്ചു വന്നപ്പം വേറൊരാൾ. പിന്നെ അതിനുശേഷമാണ് പിന്നെ ഇത് വാങ്ങിച്ചു സ്മാർട്ട് വാച്ച്. ഇത് കുറവ് തന്നെ. ഡെലിവറി പോയപ്പോൾ ഓഫർ കിടന്നു 50 ഗ്രാംസ്.
പ്രാവശ്യം ഞാൻ ഒരെണ്ണേ കൊണ്ടിട്ടുള്ളൂ. അത് നല്ല സാധനം. അത് ആള് പറയാണ് അലക്കാറ് അതിന്റെ സ്മെല്ല് പോണില്ല. വലിയ പൈസ ഇല്ല. $20 താമസമേ ഉള്ളൂ. വലിയ ഭയങ്കര എക്സ്പെൻസീവ് സാധനമല്ല. ചിലത് നല്ല സ്മെല്ല് ഉണ്ടാവും. നല്ല ഇത് കുത്തരമാണ്. ഒരു പൂവിന്റെ ഒരു ലൈറ്റ് വേണം. ചില നിങ്ങൾ തുണിയിൽ നമ്മൾ കെട്ടി കഴിഞ്ഞാൽ ഓവറായിട്ട് ഒരു തലവരിപ്പോ അങ്ങനെ പോകുമ്പോ ചെക്ക് ചെയ്താൽ മതി. ഇങ്ങനെ പോകുമ്പോഴേ അതെ അതെ ഓഫായി ചാർജ് ചെയ്ത് ഓഫായി അതൊക്കെ വിളിച്ചിട്ടോ ചേർന്നു. വണ്ടി ഓടിക്കൊണ്ടിരുന്ന വിഷയമല്ല. അല്ല അവിടെ കൊണ്ടുണ്ട്. Yes, I am near in Kotu station, okay? 5 minutes, okay? Yeah, okay. Where is he? Yeah, one hospital guy. His name? I don't know. Sir, Pungal. Just now, उधर छोड़ दिया ना? हाँ. 5:30 में पहुँच गया ना? Behind the McDonald's. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോളൂ. മറ്റേ ഇതിനൊക്കെ നല്ല ഓഫർ ആയിട്ടിരിക്കുന്നത്. ഏത് 1000 സംതിങ് റിട്ടേൺ പിന്നെ അതില് ലഗേജ് ഹാൻഡ് ബാഗ് മറ്റേത് 25 നോക്കണം.